ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് നല്ല ചിക്കൻ കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ എൻ്റെ ഒരു രീതിയിലുള്ള സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. വൺസ് അഗൈൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നമ്മളിത് മുഴുവൻ ഒരു കോഴി എടുക്കുന്നില്ല, അതിൻ്റെ മെയിനായിട്ടുള്ള കുറച്ച് ഇറച്ചി കഷ്ണങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാലപ്പൊടി ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തോട്ടുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മിക്സിയുടെ ജാറിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി ആക്കുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ കുറച്ചുകൂടി നമുക്ക് എളുപ്പമായിരിക്കും കുക്ക് ചെയ്യാൻ. അതിനുശേഷം ഇനി നമ്മളിതിൽ കാര്യമായിട്ട് ചെയ്യുന്നത് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കുക ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ആകെ 8 ഉള്ളിയാണ് എടുക്കുന്നത്. ആ 8 ഉള്ളിയിൽ ഒരു 4 ഉള്ളിയോളം ഞാൻ വറുത്ത് വെക്കാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഞാനൊന്ന് വറുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് ഉള്ളി കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. വഴറ്റി ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. വല്ലാതെ അങ്ങ് കരിഞ്ഞ് ഫ്രൈ ആകാൻ പാടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു കളറായി ഒരു ബ്രൗൺ കളറൊക്കെ ആകുന്ന സമയത്ത് നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കാം. അങ്ങനെ ഞാനിവിടെ മുഴുവൻ ഉള്ളിയും വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വെച്ചു. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ആ സമയം നോക്കി ശ്രീകുട്ടി വന്നിട്ടുണ്ട്. ചിക്കൻ എങ്ങനെ തിന്നുക? അപ്പോൾ ചിക്കൻ നന്നായിട്ട് വറുത്ത് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു വലിയൊരു ചട്ടിയിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു. ശേഷം ഉള്ളി ഇട്ടു. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വറുത്ത് വെച്ചതിൻ്റെ ബാക്കി, ഞാൻ ആകെ മുഴുവൻ 8 ഉള്ളിയായിരുന്നു എടുത്തത്. അതിൻ്റെ ബാക്കി ഉള്ളിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രൗൺ കളറൊന്ന് ചേഞ്ച് ആകുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ആദ്യം പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പൊക്കെ ചേർത്തിട്ടുള്ള പേസ്റ്റ് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച മണം പോകുന്നത് വരെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മളൊരു 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്തു. ഇനി ഇതിലോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി നേർങ്ങനെ അരിഞ്ഞതും കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മൊത്തത്തിൽ ഈ മസാല ഒന്ന് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. നമ്മൾ ആദ്യം തന്നെ ഉള്ളി ഇടുമ്പോൾ തന്നെ ഈ ചെറിയ ഉള്ളി ഇടുന്നില്ല. കാരണം ആദ്യത്തെ ഉള്ളി നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് കിട്ടണം. അത്രത്തോളം നമുക്ക് ഈ ചെറിയ ഉള്ളി ആവേണ്ടതില്ല. ചെറിയ ഉള്ളി പെട്ടെന്നായി കിട്ടും. സോ നമ്മൾ തക്കാളി ഇടുമ്പം തന്നെയാണ് ചെറിയ ഉള്ളി ഇടുന്നത്. ഇനി നമ്മൾ മസാലക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരാണ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ തൈരൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതി ഓളം നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലോട്ട് ഇനി നമ്മുടെ ചിക്കനും കൂടി ഇട്ട്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇതിലോട്ട് ഇട്ട് മൊത്തത്തിൽ ആ മസാല ഒന്ന് ചേർക്കി അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ മിക്സ് ചെയ്ത് ഒന്ന് പാകപ്പെടുത്തി എടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കേണ്ടത്, നമ്മൾ ആദ്യം തന്നെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയിൽ നമ്മൾ ലാസ്റ്റ് ദം ഇടാൻ വെക്കുന്നത് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മുഴുവൻ ഉള്ളി നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർക്കുക ചെയ്യുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ടിടാം. അപ്പോൾ എനിക്ക് കുറച്ചൊരു ഉപ്പ് കുറവുള്ള തോന്നിയതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇവിടെ ആഡ് ചെയ്യുകയാണ്. ഇനി ഏകദേശം നമ്മുടെ ബിരിയാണി മസാല ആവാനായി. അപ്പോൾ നമ്മളിനി ഇതിലോട്ട് കുരുമുളക് പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പൊടികൾ ചേർത്താൽ മതി. കാരണം
ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള എരിവുള്ളൊരു ബിരിയാണിയല്ല, ഒരു നോർമലിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് മാത്രമേ കുരുമുളക് പൊടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കരിവേപ്പിലയും മല്ലിച്ചപ്പും പുതിന ഇലയും കൂടി ചേർക്കുക ചെയ്യുന്നത്. ഞാനൊരു 2 തണ്ട് കരിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പിനെക്കാട്ടി കുറച്ചുകൂടി കുറവായിട്ട് പുതിന ഇലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്തും കൂടി ചെയ്തെടുക്കാം. ഇതിൻ്റെ ബിരിയാണിയുടെ റൈസും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ട് അതിൽ 2 വലിയ സ്പൂണ് നിറയെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കറുകപ്പട്ട, ഗ്രാമ്പൂ, ഏലം ഇതൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ശേഷം നമ്മൾ ഇവിടെ അരി ഇടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഗ്ലാസ് അരിയാണ്. നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിയിട്ട് ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണയും നെയ്യും ചേർത്തുള്ള മിക്സിയിലോട്ട് ഞാനിത് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് വറുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇനി ഇതിലോട്ട് വെള്ളം ചേർക്കുന്നത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അരി വെക്കുന്ന സമയം തന്നെ ഞാനിവിടെ 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഈ അരിയിലോട്ട് ഇടുന്നത്. ശേഷം നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലോട്ട് ചേർക്കുക ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാണോ എന്നും കൂടി നോക്കി ആദ്യം നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയിൽ കുറച്ച് ഉള്ളി ഞാൻ ഇതിലോട്ട് ഇടുന്നുണ്ട്. ഈ ഒരു ബിരിയാണി അരിയിലോട്ട് ഞാൻ ഇതിലോട്ട് അതും കൂടി ഇട്ടിട്ട് നമുക്കിനി ഇത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ടൈം നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്നു കൊടുക്കണം. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കാൻ പാടില്ല. അതിന് അരി ഒന്ന് വെന്ത് കിട്ടാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം. അപ്പം ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കൊണ്ട് എൻ്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്ന പോലെ തന്നെ അധികം പശപ്പോ അല്ലെങ്കിൽ ഒട്ടി നിൽക്കുന്ന പോലെയൊന്നുമില്ല. നല്ല രീതിയിൽ ചോറ് വിട്ട് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ദമ്മിടാണ് വേണ്ടത്. നമ്മുടെ ആക്കി വെച്ച മസാലയിലോട്ട് ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. അപ്പോൾ ഞാൻ ഈ മസാലയിലോട്ട് തന്നെ നേരിട്ട് ദമ്മിടുക ചെയ്യുന്നത്. അങ്ങനെ ലെയറാക്കിയിട്ടൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ പകുതി ചോറ് വെച്ച് നന്നായിട്ടൊന്ന് അമർത്തി വെച്ചതിന് ശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിനി അടുത്ത ലെയർ കൂടി ചോറ് അതിലോട്ട് നിറയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെ ബാക്കി പകുതി ചോറ് കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്യുന്നത്. ബാക്കിയുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ഇവിടെ കുറവുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ എൻ്റെ ആവശ്യത്തിനുള്ള നെയ്യ് ഉള്ളതുകൊണ്ട് പിന്നെ നെയ്യ് ഇടുന്നില്ല. അപ്പം ഇത്ര ഇട്ട് പിന്നെ നമ്മൾ അടുപ്പിലോട്ട് വീണ്ടും വെക്കുക ചെയ്യുന്നത്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ദമ്മിട്ടുക ചെയ്യുന്നത്. അപ്പം ദമ്മിടുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് കൂടി എടുത്ത് വെക്കണം. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മൊക്കെ ഇട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ റൈസ് മറ്റൊരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മസാലയും ചോറും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.